ശ്രീമന്നാരായണീയം ദശകം 18 പൃഥുചരിതം ശ്ലോകം 5. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര. ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈ സൂദാദ്യൈ പരിണുത ഭാവി ഭൂരിവീര്യ. വേനാർത്യാ കബളിത സംബദം ധരിത്രീം ആക്രാന്താം നിജധനുഷാ സമാമകാർഷീം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു വേനന്റെ കൈകൾ കടഞ്ഞപ്പോൾ അതിൽ നിന്നും ഭഗവാന്റെ അംശാവതാരമായിട്ട് പൃഥു അവതരിക്കുന്നത്. ഇവിടെ കരുത്തനായിട്ടുള്ള വേനൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ധാരാളം ദുഷ്ടന്മാർ രാജ്യത്ത് ഉണ്ടാകാൻ തുടങ്ങി. അവരൊക്കെ പതുക്കെ, വേനനെ പേടിച്ചിരുന്നവരാണ് അവരെല്ലാം, അവരൊക്കെ പതുക്കെ ധൈര്യത്തോടുകൂടി പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ മഹർഷിമാര് കരുതി ഈ ജനങ്ങളെ രക്ഷിക്കാൻ എന്താണ് ഇനി അടുത്ത വഴി. വേനന്റെ അമ്മ സുനീത കത്തി നശിച്ച് ചാരമായിട്ട് പോകാത്ത ഭാഗങ്ങൾ വേനന്റെ അടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഊരുഭാഗത്തെ തുട ഭാഗത്തെ കടഞ്ഞു കഴിഞ്ഞപ്പോൾ കാട്ടാള രൂപത്തിലുള്ള ദുഷ്ടതയാണ് പുറത്തേക്ക് വന്നത്. പിന്നീട് കൈകൾ കടഞ്ഞപ്പോൾ ഇവിടെ ഭഗവാന്റെ അംശാവതാരമായിട്ട് പൃഥു അവതരിച്ചു. പൃഥു ഇതി വിഖ്യാത. പൃഥു എന്ന ആ വിഖ്യാതനായ, വിശ്രുതനായ, കീർത്തിമാനായ, പ്രസിദ്ധനായ ത്വം നിന്തിരുവടി താപസ ഉപദിഷ്ടൈ, താപസന്മാര് മുനിമാര് ഉപദേശിച്ചതനുസരിച്ച് സൂതാദ്യൈ, സൂതാദികളാൽ, സൂതന്മാരാൽ പരിണുത, ചുറ്റും നിന്നുള്ള സ്തുതി, പരിണുത, സൂതന്മാര് ചുറ്റും നിന്ന് സ്തുതിച്ചു. ഭാവി ഭൂരിവീര്യ, ഭാവിയില് ഭൂരിവീര്യ, വളരെ മഹാപരാക്രമശാലിയായിട്ട് വരും എന്ന് ഇവിടെ സൂതന്മാര് അദ്ദേഹത്തെ പാടി പുകഴ്ത്തി. അങ്ങനെ പാടി പുകഴ്ത്തപ്പെട്ടവനായിട്ട്, സൂതന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായിട്ട് വേന ആർത്യ, വേനന്റെ ആ പീഡകളാൽ, ഉപദ്രവങ്ങളാൽ കബളിത, ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സമ്പദം, സമ്പത്ത്, ആ സമ്പത്തിനെയെല്ലാം ഇവിടെ ആരാണ് ഒളിപ്പിച്ചു വെച്ചത്? സമ്പത്തുകൾ മുഴുവനും. വേനന്റെ ആ ദുഷ്ടതകൾ കണ്ടിട്ട് സമ്പത്തുകളെല്ലാം, രാജ്യത്തെ സമ്പത്തുകളെല്ലാം നശിപ്പിച്ചു കളയും എന്ന് വിചാരിച്ചിട്ട് ഒളിപ്പിച്ചു വെച്ചത് ധരിത്രിയും, ഭൂമിയാണ്. ഭൂമി ആ സമ്പത്തുകളെയെല്ലാം ഉള്ളിലേക്ക് വലിച്ചു വച്ചു. കാരണം വേനന്റെ ദൃഷ്ടിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ആ ഭൂമിയെ ആക്രാന്താം, പരാക്രമം കൊണ്ട്, നിജധനുഷ, പരാക്രമം കൊണ്ട് നിലയ്ക്ക് നിർത്തിയ ആ ഭൂമിയെ, എന്നിട്ട് നിജധനുഷ, തൻ്റെ വില്ലിൻ്റെ അറ്റം കൊണ്ട് സമാം അകാർഷി, നിരപ്പാക്കി തീർത്തു. ഇവിടെ പൃഥു എന്ന പ്രസിദ്ധനായ ഭഗവാന്റെ അംശാവതാരമായിട്ട് വേനന്റെ കൈകളിൽ നിന്നും ആവിർഭവിച്ച ആ രാജാവിനെ ഇവിടെ സൂതാദികളെല്ലാം പാടിപ്പുകഴ്ത്തി. ഇവൻ മഹാപരാക്രമശാലിയാകും എന്ന് മുനിമാരെ അറിയിച്ചു. ഇവിടെ വേനന്റെ ആ ആക്രമണം, നശിപ്പിക്കല്, ഇതെല്ലാം ഭയന്ന ഭൂമി സമ്പത്തുള്ളിലേക്ക് വലിച്ച് ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. പൃഥു
തൻ്റെ പരാക്രമം കൊണ്ട് അവയെല്ലാം പുറത്തു കൊണ്ടുവന്ന് വില്ലിൻ്റെ അറ്റം കൊണ്ട് എല്ലാം ഭൂമിയുടെ ഉയർന്നും താണും കിടന്നിരുന്ന ഭാഗങ്ങളൊക്കെ നല്ലവണ്ണം നിരപ്പാക്കി കൃഷികളെല്ലാം ചെയ്യാൻ അനുയോജ്യമാക്കിയ ആകുന്ന രീതിയിലേക്ക് ആക്കി എന്നാണ് പറയുന്നത്. ഇവിടെ ഭൂമിദേവി ആദ്യം ഇത് പുറത്തേക്ക് എല്ലാം വിടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടി, പൃഥുവിനെ കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തൻ്റെ ആ പരാക്രമം കൊണ്ട് ഭൂമിയെ നിലയ്ക്ക് നിർത്തി പിന്നീട് എല്ലാം ഒന്നൊന്നായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും നിരപ്പാക്കി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ആക്കി തീർത്തു തൻ്റെ വില്ലിൻ്റെ അറ്റം കൊണ്ട്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.